PR കൊണ്ടുവന്നിട്ടൊരു അവാർഡ് നേടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ച് ഉളുപ്പില്ല ഇതിങ്ങൾക്കൊന്നും. പക്ഷേ ഗവൺമെന്റിനും PR ഇല്ലേ? ഗവൺമെന്റിന് PR ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗവൺമെന്റിന് PR ഉണ്ടെന്നുണ്ട്. നമ്മുടെ ഇവിടെ മത്സരം പിന്നെ എന്തിനാ മറ്റുള്ളവരെ മത്സരിക്കാൻ വരുന്നത്? PR ഉള്ളവർ മാത്രം മത്സരിക്കുക. ഏറ്റവും PR കാശ് കൊടുക്കുന്നവർ, ഏറ്റവും PR റേറ്റിംഗ് കൊടുക്കുന്നവർക്ക് അവാർഡ് കൊടുത്താൽ പോരെ? അപ്പൊ PRO ബിഗ് ബോസ് അവാർഡ് എന്ന് പറയണം, അല്ലെങ്കിൽ PRO സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയണം, അല്ലെങ്കിൽ PRO ഗവൺമെന്റ് അവാർഡ് എന്ന് പറയണം. അല്ലാതെ അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവാർഡിനെ അവഹേളിക്കല്ല. അത്രയും ഞാൻ പറയുന്നുള്ളൂ. PR കൊണ്ടുവന്നിട്ടൊരു അവാർഡ് നേടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ച് ഉളുപ്പില്ല ഇതിങ്ങൾക്കൊന്നും. ഞാൻ അതാ ചോദിക്കണം, ഉളുപ്പില്ലേ? കാശുണ്ടെന്നുണ്ട് എന്തും കാണിക്കും. ഈ കാശ് എത്രയോ പേര് സുഖമില്ലാതെ ക്യാൻസർ വാർഡുകളിലും മറ്റുള്ളവരും വിദ്യാഭ്യാസമായിട്ട് കിടക്കുന്ന അവർക്ക് കൊടുത്തൂടെ? ഒരു ട്രോഫിയിലാണ് എല്ലാം ഇരിക്കുന്നത് ജീവിതം. അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസ് അവാർഡുകൾ കിട്ടിയവർ ആരൊക്കെ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ തിളങ്ങിയിട്ടുണ്ട്? സിനിമയിലായാലും സീരിയലിലായാലും എവിടെയായാലും ശ്രീശാന്തിന്റെ കാര്യം തന്നെ നമുക്കറിയാം. ബിഗ് ബോസിൽ പോയ ശേഷം അദ്ദേഹത്തിനെ നമ്മൾ പലരും കണ്ടിട്ടില്ല. ഏറ്റവും അവിടെ ഏറ്റവും ആ സമയത്ത് കിട്ടിയ ദീപിക എന്നുള്ള നടിക്കണം. അവര് ആ സമയത്ത് ഞാൻ ഹിന്ദി സീരിയൽ കാണുന്നുണ്ട്. അവര് ഏറ്റവും അസാധ്യ പെർഫോമൻസ് ഉള്ള ഭയങ്കര സുന്ദരിയായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. പക്ഷെ പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. നമുക്കിങ്ങനെ ഒരുപാട് പേര് അറിയാം. ഇപ്പൊ തന്നെ ഈ ബിഗ് ബോസ് കഴിഞ്ഞു, അടുത്ത ബിഗ് ബോസ് വരുമ്പോൾ എത്ര പേരുടെ മനസ്സിൽ പേര് നിൽക്കും? നിങ്ങൾക്ക് തന്നെ നിൽക്കും. ഇപ്പൊ നിങ്ങൾ അവരെ വാനോളം പൊഴുത്തുന്നത്. അവരാദ്യം ഇറങ്ങി വരുമ്പോ നിങ്ങളല്ലേ ചീത്ത വിളിക്കുന്നത്? ആണോ? നിങ്ങളുടെ അച്ഛനമ്മയ്ക്കിട്ട് വിളിക്കും. ആണോ? നിങ്ങളാണ് ഞങ്ങളെ ചീത്ത പേരാക്കിയെന്ന് പറയും. ആണോ? അല്ലേ? എന്നിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങളെ തന്നെ PR ആയിട്ട് വിളിക്കും. അത്രേ ഉള്ളൂ. ചേച്ചിക്ക് നേരിട്ടറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ബിഗ് ബോസ്? ഞാൻ ബിഗ് ബോസ് ഇപ്രാവശ്യം കണ്ടിട്ടില്ല. നേരിട്ടറിയാവുന്ന മത്സരാർത്ഥി ആരെങ്കിലും? ബെന്നി എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ബെന്നി ഉണ്ടെന്ന് കേട്ടു. അത് എന്നോട് പ്രൊഡക്ഷൻ കൺട്രോള് ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജോയിയാണ് പറഞ്ഞത്. ഗീതാ ഗോവിന്ദത്തിന്റെ പുറത്തായിരുന്നു. അതായി കാണും. ട്രിവാൻഡ്രത്തുള്ള അനുമോളാണുള്ളത്. ട്രിവാൻഡ്രത്തൊന്നും അല്ല, ട്രിവാൻഡ്രം ജില്ലക്കകത്തുള്ളത്, ജില്ലക്ക് പുറത്താണ്. എനിക്ക് യാതൊരു അറിവുമില്ല. ഞാൻ അവരായിട്ട് വർക്കും ചെയ്തിട്ടില്ല. ഫേസ് ടു ഫേസ് കണ്ടാൽ പോലും അവര് മിണ്ടാറ് പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് അവരെ അറിയില്ല. എനിക്ക് അറിയാത്ത ഒരാളെ കുറിച്ച് ഞാൻ ഇങ്ങനെ കമന്റ്സ് പറയുന്നു. ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാണ്, കണ്ടിട്ടില്ല. പക്ഷെ ബിഗ് ബോസ് കാണാൻ എന്റെ പപ്പയാണ്. പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ്. ഇന്നലെ ഞാൻ ജിമ്മിൽ നിന്ന് വന്നപ്പോഴും പറയണം, അനുമോളെ അനീഷിനെ എടുത്ത് ഷാനവാസിനെ തൂക്കി വെളിയിൽ. കാരണം ജനുവിനിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഭയങ്കര കള്ളത്തരാണ്. പക്ഷെ ഈ ഓൺലൈൻകാരിൽ അവരൊക്കെ പൊക്കണത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. എന്നിട്ട് നിങ്ങൾ പൊക്കിയിട്ട് നിങ്ങളൊന്ന് കാണാത്ത എന്നോടൊന്ന് ചോദിക്കുന്നു. ഈ അനുമോള് വ്യക്തിയെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. സത്യം എങ്ങനെ ഇരിക്കുന്നു പോലും അറിയില്ല. പക്ഷെ ഈ ഒരു സ്വഭാവം നിങ്ങളൊക്കെ പലരും ഇന്നലെ ഓട്ടോക്കാരൻ പറഞ്ഞപ്പോഴും പലരും പറയണ കേട്ട് എന്റെ അടുത്താണ് പറഞ്ഞ അങ്ങനത്തെ ഒരാളെ ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല. കാരണം നമ്മളാരും ഒന്നും അല്ല. നമുക്കൊക്കെ കിട്ടിയ ഒരു എന്താ പറയണത്, ഒരു ബ്ലെസ്സിങ് ആണ്. 10 ആൾക്കാരറിയാം, ഒരാൾ